നമസ്തേ എവരി വൺ. ഞാൻ ഇന്ന് ഇതെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് സെയിൽസ് മാസ്റ്ററി. പ്രോപ്പർട്ടി വിൽക്കാൻ വീടോ ലാൻഡോ പ്ലോട്ടോ ഇങ്ങനെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സെയിൽസ് മാസ്റ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് എല്ലാം പ്രോപ്പർട്ടി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് എങ്ങനെ പീക്ക് പെർഫോമൻസ് കൊണ്ടുവരാം, അതുപോലെ തന്നെ ആ ഒരു ഓപ്റ്റിമൽ സ്റ്റേറ്റ് ഫോർ സെയിൽസ് സക്സസ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വേണ്ടുന്ന ആളെ കണ്ടുപിടിക്കുക, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അപ്പോൾ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പിന്നെ അഡ്വാൻസ്ഡ് സെയിൽസ് ആൻഡ് നെഗോസിയേഷൻ സ്കിൽസ്, റിഫൈൻ നെഗോസിയേഷൻ ടാക്ടിക്സ് ഫോർ സക്സസ്ഫുൾ ഡീൽസ്, എങ്ങനെയാണ് നമുക്ക് സക്സസ്ഫുൾ ഡീൽസിന് വേണ്ടി എങ്ങനെ നെഗോസിയേറ്റ് ചെയ്യണം. വളരെ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു പ്രോപ്പർട്ടിയുടെ വിലയൊക്കെ പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസിലേക്ക് ആൾക്കാരെ എത്തിക്കാൻ പറ്റുക എന്ന്. ഇനി നമുക്ക് അതുകൂടാതെ ഇപ്പോൾ ഈ പലപ്പോഴും കേരളത്തിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തെ ആൾക്കാർക്ക് ഇച്ഛേ എന്നൊരു പറച്ചിലുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല. അപ്പോൾ ഞാൻ US-ലും UK-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാരെ കാണുന്നതാണ്. അവിടെയൊക്കെ ഒരു വർക്കിംഗ് ഫോർ എ റിയൽ എസ്റ്റേറ്റ് കമ്പനി റിയലി അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും നല്ല പൈസ ഉണ്ട്, പിന്നെ നല്ല കാറിൽ നല്ല ഡ്രസ്സിൽ നല്ല അവസ്ഥയിലാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരെല്ലാം നടക്കുന്നത്. പക്ഷേ അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ടെസ്റ്റ് എഴുതി പാസ്സാകാനുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് അവിടെ ലൈസൻസ് കൊടുക്കില്ല. ഇവിടെ നമുക്കൊരു ക്വാളിറ്റിയും വേണ്ട, നമ്മളിവിടെ ജസ്റ്റ് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ആദരവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണോ ഈ ജോലി നമുക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേസ് ഫോർ അൺലിമിറ്റഡ് ലീഡ്സ്, അപ്പോൾ 100 വിവിധ മെത്തേഡുകൾ ലീഡ്സ് എടുക്കാനായിട്ടുള്ള, അതുപോലെ അത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ മെത്തേഡ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ നമുക്കൊരു 40-50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുട്ടിയോട് തന്നെ പറഞ്ഞാൽ മതി. ഒരു 10 വയസ്സിന് മുകളിലേക്കുള്ള ഏത് കുട്ടിയാണെങ്കിലും നമുക്കിതിനകത്ത് ഈ ഡിജിറ്റൽ ടെക്നോളജിയിൽ നമ്മളെ അപ് ടു ഡേറ്റ് ആക്കി നിർത്തിക്കൊണ്ടിരിക്കുക. അതാണ് അതിനകത്ത് ഉപയോഗിക്കാവുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടെക്നിക്സ് ടു ജനറേറ്റ് എൻഡ്ലെസ് പൊട്ടൻഷ്യൽ ക്ലയൻസ്, നമുക്ക് പുതിയ ക്ലയൻസിനെ കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് പ്രസൻറ്റേഷൻ സ്കിൽസ്, ഫ്ലാറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഈ മാസ്റ്ററിങ് ദ ആർട്ട് ഓഫ് കമ്പലിങ് പ്രോപ്പർട്ടി പ്രസൻറ്റേഷൻസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മൾ പലപ്പോഴും വാങ്ങിക്കുന്ന ലോജിക്കൽ മൈൻഡ് കൊണ്ടല്ല, ഒരു 8-10 ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷനാണ് നമ്മളെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് കമ്പല് ചെയ്യുന്നത്. ആ ഇമോഷൻ ഈ ക്ലയൻറ്റിന് ഇന്ന ഇമോഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുകയോ അതുമായിട്ട് ചേർന്ന സ്റ്റോറി പറയുകയോ സംഭവങ്ങൾ പറയുകയാണ്. അതുപോലെ ഒബ്ജക്ഷൻസ് ഓവർ റൂൾഡ്, തർക്കങ്ങളും പ്രശ്നങ്ങളും വരും, അതെങ്ങനെയാണ് ഓവർ റൂൾ ചെയ്യുന്നത്. ആൻഡ് സ്ട്രാറ്റജീസ് ടു ഓവർകം കോമൺ ക്ലയൻറ്റ് ഒബ്ജക്ഷൻസ്. അപ്പോൾ പ്രോപ്പർട്ടിക്കകത്ത് വരാവുന്ന ഒരു 10-12 ഒബ്ജക്ഷൻസേ ഉള്ളൂ, പക്ഷേ 10-20 ഒബ്ജക്ഷൻസ് വരെ നമ്മൾ പഠിച്ചു വെക്കുകയാണ് ഏത് വന്നു കഴിഞ്ഞാലും. അതുപോലെ എങ്ങനെയാണ് ഈ കോഴ്സിനകത്ത് പറയുന്നുണ്ട് ഹിപ്നോട്ടിക് സെയിൽസ്, എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് നമുക്ക് യൂട്ടിലൈസിങ് പെർസ്യൂസീവ് ടെക്നിക്സ് ഫോർ ഇഫക്റ്റീവ് റിയൽ എസ്റ്റേറ്റ് സെയിൽസ്. റിയൽ എസ്റ്റേറ്റ് സെയിൽസ് നമുക്ക് എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും, അതും ഹിപ്നോട്ടിക് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോറി പറയുക എന്നുള്ളതാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. സീക്രട്സ് ഓഫ് സ്പീഡ് സെഡക്ഷൻ, എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ സംസാരത്തിലൂടെ സെഡ്യൂസ് ചെയ്ത് സെയിലിലേക്ക് കൊണ്ടുപോകാൻ, ടെക്നിക്സ് ഫോർ റാപ്പിഡ് ക്ലയൻറ്റ്സ് എൻഗേജ്മെൻറ്റ് ആൻഡ് സെഡക്ഷൻ ഇൻ സെയിൽസ്, എൻഗേജിങ് ക്ലയൻറ്റ്സ് ത്രൂ ക്യാപ്റ്റിവേറ്റിംഗ് അപ്രോച്ചസ്. അവർക്ക് മാറിപ്പോകാൻ പറ്റത്തില്ല, അവിടെ നിന്ന് പോകും. ആൻഡ് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ്, സ്ട്രാറ്റജീസ് ടു ഫൈനലൈസ് ആൻഡ് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് സക്സസ്ഫുള്ളി. അപ്പോൾ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് നമുക്ക് എടുക്കാനായിട്ട് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസിന് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ രീതിയിൽ. ആൻഡ് ഈ കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുവാണ്. ഏതാണ്ട് ഞാൻ മൊത്തം എടുക്കാനിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ കോഴ്സുകൾ, വിവിധങ്ങളായ കോഴ്സുകളെല്ലാം കൂടെ ഒരു 12 കോഴ്സുകളോളം ഉണ്ട്. ഓക്കെ, ആ 12 കോഴ്സുകളും പിന്നെ ഒരുപാട് യൂട്യൂബിൽ അങ്ങ് ഭയങ്കര ഡെപ്തിൽ പോകില്ല. ഇ ലേണിംഗ് കോഴ്സിനകത്തായിരിക്കും ഭയങ്കര ഡെപ്തിൽ പോകുന്നത്.
അപ്പോൾ ഈ കോഴ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് ബേസിക്കലി ലുക്രേറ്റീവ് കരിയർ വിത്ത് ഫ്ലെക്സിബിൾ സ്കെഡ്യൂൾ. നമുക്കിപ്പോൾ ഒരു ഉദ്യോഗമുള്ള ആളിന് പോലും, സർക്കാർ ഉദ്യോഗം ഉള്ള ഒരാളിനോ ഇല്ല ഏത് പ്രൈവറ്റ് ഉദ്യോഗം ഉള്ള ഒരാളിനോ ഈ ദിവസം 1 മണിക്കൂറൊക്കെ ഇതിന് വേണ്ടിയിട്ട് പഠിക്കുകയും ചിലവാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി നമുക്ക് കിട്ടും. ഷെയർ മാർക്കറ്റ് മോശമൊന്നുമല്ല, എന്തും പഠിച്ചിട്ട് ചെയ്യുവാണ്, ഇത് പഠിച്ചിട്ട് ചെയ്യണം. ഇനി ഇതിന് നമുക്ക് വിവിധങ്ങളായ ഓപ്പർച്യൂണിറ്റീസ്, ബൂമിംഗ് മാർക്കറ്റ്. ഇപ്പോൾ ഇനിയുള്ള പഠനങ്ങൾ വരുന്നത് അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് നീഡ് 3 ടൈംസ് കൂടുമെന്നുള്ളതാണ്. ഇനി അൺലിമിറ്റഡ് ഏണിംഗ് പൊട്ടൻഷ്യൽസ് ഇൻ കമ്മീഷൻസ് മാത്രമല്ലാതെയും നമുക്ക് ചില ഡീലുകൾ നല്ല ക്ലോസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നെറ്റ്വർക്കിംഗ് വിത്ത് ഡൈവേഴ്സ് ക്ലയൻറ്റ്, വിവിധങ്ങളായ ക്ലയൻറ്റുകളുമായിട്ട് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം. ആന്ത്രപ്രനേറിയൽ ഇൻഡിപെൻഡൻസ് ഇൻ സെയിൽസ്, ആരുടെയും ബോസ് ആരും നമ്മുടെ മുകളിലില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്യാം. ആൻഡ് ഫുൾഫില്ലിങ് ഹെൽപ്പിംഗ് ക്ലയൻറ്റ് ഫൈൻഡ് ഹോംസ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട്. അങ്ങനെ ഒരു നല്ല വീട് കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുന്നു എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ നമുക്കൊരു ഡൈനാമിക് ഒരു മാർക്കറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത്. ഇത് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന മാർക്കറ്റല്ല, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഡൈനാമിക് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ കോൺസ്റ്റൻറ്റ് ഗ്രോത്താണ്. അപ്പോൾ ഇടയ്ക്ക് താഴേക്കും പോകണം, താഴേക്ക് പോകുന്നത് വീണ്ടും വലിയ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ആക്സസ് ടു എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ലിസ്റ്റിംഗ്. അപ്പോൾ ചില ആൾക്കാരെ നമുക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഓൺലൈൻ ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നത് അതിൽ കയറ്റാം. ഇനി കണ്ടിന്യൂ ലേണിംഗ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് വേണം, സ്കിൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. ഒരു വക്കീൽ പഠിക്കുന്ന കഴിഞ്ഞും കൂടുതൽ പഠിക്കാനുണ്ട് റിയൽ എസ്റ്റേറ്റ്. ബിൽഡിംഗ് ലോങ് ലാസ്റ്റിംഗ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്. നമുക്ക് വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കോൺട്രിബ്യൂട്ടിങ് ടു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് എംബ്രേസിങ് ഡൈവേഴ്സ് പ്രോപ്പർട്ടി ടൈപ്സ്. അപ്പോൾ വിവിധ പ്രോപ്പർട്ടികളാണ് നമുക്ക് വരുന്നത്. ചില കേസിനകത്ത് നമ്മളവിടെ നിരക്കെയുള്ള വിലയുടെ പകുതിക്ക് പോലും ചിലപ്പോൾ പ്രോപ്പർട്ടി കിട്ടും, പകുതിക്കും താഴെ കിട്ടുന്ന സംഭവങ്ങളുണ്ട്. ഇന്നോവേറ്റിംഗ് ഇൻ മാർക്കറ്റ് സ്ട്രാറ്റജീസ്. നമ്മൾ ഓരോരോ പുതിയ സ്ട്രാറ്റജീസ് ഇങ്ങനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഗൈഡിങ് ക്ലയൻറ്റ്സ് ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, ഇന്നതി കൂടെ. അപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ മുഖാന്തരം ഒരുപാട് ലാഭം ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് പേ ചെയ്യാനും ഭയങ്കര താല്പര്യമായിരിക്കും. ലെവറേജിങ് ടെക്നോളജി ഫോർ എഫിഷ്യൻറ്റ് സെയിൽസ്. അപ്പോൾ ഇന്നത്തെ AI ഒക്കെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈസി ആയിട്ട് നമുക്ക് സെയിൽസിന് ഉപയോഗിക്കാൻ പറ്റിയ ടെക്നോളജി ഏതൊക്കെയാണ്. അഡാപ്റ്റിംഗ് ടു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് ട്രെൻഡ്സ്. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് എന്തുവാണ്, ട്രെൻഡ്സ് എന്തുവാണ്. കൊളാബറേറ്റിംഗ് വിത്ത് ഈ ഇൻഡസ്ട്രി എക്സ്പേർട്സ്. ഈ സബ്ജക്റ്റിൽ വന്ന ഏറ്റവും എക്സ്പേർട്സുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനും, ലോയർ, ആർക്കിടെക്റ്റ്, ഇങ്ങനെയുള്ള. ആൻഡ് ക്രാഫ്റ്റിംഗ് ടൈലേഡ് സൊല്യൂഷൻ ഫോർ ക്ലയൻസിന് ഏറ്റവും പറ്റുന്ന നാവിഗേറ്റിംഗ് ലീഗൽ കോംപ്ലക്സിറ്റീസ് വിത്ത് എക്സ്പെർട്ടീസ്. ഭയങ്കര ചുറ്റിപ്പണഞ്ഞ കേസിലൊക്കെ കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങ് ഊരിയെടുക്കും. നെഗോഷിയേറ്റിംഗ് വിത്ത് വിൻ ഡീൽസ് ഫോർ ഓൾ. എല്ലാവരുമായിട്ട് വിൻ ഡീൽസിലേക്ക് പോകണം. എംബ്രേസിങ് ചാലഞ്ചസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. നമുക്ക് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ചാലഞ്ചസ് നമ്മൾ നേരിട്ട് തന്നെയാണ് പോകുന്നത്. ബൈയിങ് ക്ലയൻറ്റ്സ് യുണീക്ക് പ്രിഫറൻസസ്. അപ്പോൾ ക്ലയൻറ്റിന് ആവശ്യമുള്ളത് നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നു, നമുക്കും അതിനകത്ത് കാര്യമായൊരു വരുമാനം വരുന്നു. കൾട്ടിവേറ്റിംഗ് എ സ്ട്രോങ് റെഫറൽ നെറ്റ്വർക്ക്. നമുക്ക് പരസ്പരം നമ്മുടെ ഓരോ ക്ലയൻസും വീണ്ടും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇത് കസ്റ്റമർ ഫോർ ലൈഫ് എന്നാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അതായത് ഒരാൾ നമ്മുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാളെ ഒരു 10-30 വർഷത്തേക്കെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് പല പ്രാവശ്യം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യണം. ആൻഡ് റിസോൾവിങ് കോൺഫ്ലിക്ട്സ് വിത്ത് ഡിപ്ലോമസി. അതും വലുതാണ്. ഇപ്പോൾ വസ്തുവായിട്ടൊക്കെ ഒത്തിരി തർക്കങ്ങൾ കാണും. സെലിബ്രേറ്റിംഗ് സക്സസ്ഫുൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഭയങ്കരമായ ചില ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നമുക്ക് അത്ര ജോയിയസ് ആകും. ബാലൻസിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഫഷണലിസം ആൻഡ് സ്റ്റേയിങ് എഹെഡ് വിത്ത് മാർക്കറ്റ് ഇൻസൈറ്റ്സ്. നമുക്ക് മാർക്കറ്റിൽ വരാവുന്ന ചേഞ്ചസ് ഒക്കെ നേരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഹാർനസിങ് ദ പവർ ഓഫ് ടീം വർക്ക്. ഈ ടീം വർക്കിൽ നിന്ന് കിട്ടാവുന്ന നേട്ടം. എംപവറിങ് ക്ലയൻറ്റ് വിത്ത് ഇൻഫോംഡ് ഡിസിഷൻസ്. എല്ലാ ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുക. ആൻഡ് ഈ റിയൽ എസ്റ്റേറ്റിനകത്ത് ടീമിനകത്ത് ഒരു 10-12 പേരൊക്കെ വേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആ ടീമെല്ലാം നമുക്കുണ്ട്. ആൻഡ് എൻറിച്ചിങ് കമ്മ്യൂണിസ്റ്റ് ത്രൂ
പ്രോപ്പർട്ടി സെയിൽസ്. നമുക്ക് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇതിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന അവസ്ഥ. ഇനി മെയിൻറ്റെയിനിങ് ഇൻറ്റഗ്രിറ്റി ഇൻ ഓൾ ട്രാൻസാക്ഷൻസ്. ഇതൊക്കെയാണെങ്കിലും റിയൽ എസ്റ്റേറ്റിന് അതിനകത്ത് ചെറിയ കളിപ്പീരും ഒക്കെ വന്നുകൊണ്ടാണ് ഇതിന് വില കുറഞ്ഞു പോയത്. നമ്മൾ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു ടീം ഉണ്ടാകണം, സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന. കാരണം ഭൂമി എന്ന് പറഞ്ഞാൽ ഏറ്റവും സത്യമുള്ള സംഭവമാണ്. അത് ആ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ വേണം. ഇനി ക്രിയേറ്റിംഗ് മെമ്മറബിൾ ക്ലയൻറ്റ് എക്സ്പീരിയൻസസ്, ആക്സസിങ് ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ദുബൈയിൽ ചെയ്യാം, ഓസ്ട്രേലിയ ചെയ്യാം, US ചെയ്യാം. ഒരുപാട് സാധ്യതകളുണ്ട്. റെസീലിയൻസ് ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് കണ്ടീഷൻസ്. താഴെ പോയാലും പൊങ്ങി വരാനായിട്ട് നമുക്കും പറ്റും, പ്രൈസിനും പറ്റും. എംബ്രേസിങ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലയൻറ്റ് നീഡ്സ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില തീരെ താഴുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ക്ലയൻസിൻ്റെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കുക എത്ര പോയിൻ്റ് അത് ഉയരും, അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം. എലവേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ റിയൽ എസ്റ്റേറ്റ് പ്രാക്ടീസസ്. നമുക്ക് ആ പ്രാക്ടീസസ് വെച്ചിട്ട് നമുക്ക് ഉയർത്താൻ പറ്റും. എംബ്രേസിങ് സസ്റ്റൈനബിലിറ്റി ഇൻ പ്രോപ്പർട്ടി ചോയ്സസ്. ഈ പ്രോപ്പർട്ടി ചോയ്സസ് നമുക്ക് നിലനിന്ന് പോകുന്ന ബിസിനസ്സുകൾ, നിലനിന്ന് പോകുന്ന പ്രോപ്പർട്ടിയാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് എക്സ്പാൻഡിങ് നോളജ് ഇൻ പ്രോപ്പർട്ടി ലോസ്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ നമ്മളൊരു 5 വർഷമൊക്കെ പ്രവർത്തിച്ച് കഴിയുമ്പം ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ആവും. ആൻഡ് ബ്രിങ്ങിങ് കൾച്ചറൽ ഗ്യാപ്പ് ഇൻ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ പല സ്വഭാവക്കാരും പല നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആ ഗ്യാപ്പ് നമുക്ക് നികത്തി കൊടുക്കാനായിട്ട് പറ്റും. ത്രൈവിങ് ഇൻ പാസ്റ്റ് ഫേസ്ഡ് സെയിൽസ് എൻവയറമെൻറ്റ്. അതേപോലെ തന്നെ അഡ്വാൻസിങ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗോൾസ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പാൻഡിങ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതുവഴി. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇൻ ക്ലയൻറ്റ് ഹാപ്പിനെസ്. അഡ്ഹിയറിങ് ടു എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്. അത് ഈ കോഴ്സിനകത്ത് പറയുന്നുണ്ട്. ഓഫറിങ് ഇൻസൈറ്റ് ഇൻ ടു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാസ്റ്ററിങ് ആർട്ട് ഓഫ് പെർസുവേഷൻ. കൾട്ടിവേറ്റിംഗ് റെസീലിയൻസ് ഇൻ സെറ്റ് ബാക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറകോട്ട് പോയാലും നമുക്ക് തിരിച്ച് അപ്പോൾ തന്നെ കയറി വരണം. സെലിബ്രേറ്റിംഗ് മൈൽ സ്റ്റോൺസ് ഇൻ സെയിൽസ് അച്ചീവ്മെൻറ്റ്സ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് അച്ചീവ്മെൻറ്റ്. കണ്ടിന്യൂസ് ഗ്രോത്ത് ഇൻ സെയിൽസ് എക്സ്പെർട്ടൈസ്. എംബ്രേസിങ് ഇന്നൊവേഷൻ ഫോർ ഫ്യൂച്ചർ സക്സസ്. നമുക്ക് ഒരു വലിയ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ പ്രോപ്പർട്ടി വിറ്റ് അതിലൂടെ നമുക്ക് വലിയ വരുമാനത്തിലേക്ക് പോകാനായിട്ട് ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത് കഴിഞ്ഞ് വേറെ കോറായിട്ടുള്ള കോഴ്സുകൾ വീണ്ടും ഉണ്ട്. ഓക്കെ, നമുക്കതും പുറകെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഈ പ്രോപ്പർട്ടി നമ്മൾ ബൈ ചെയ്യാനായിട്ട് ഇല്ല അക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതിനെക്കുറിച്ചും ലെസൺസ് വരും. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൂടെ വരുമ്പോൾ ഇനിയൊരു 2-3 വർഷം കൊണ്ട് 12 കോഴ്സുകൾ വരും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. സോ നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് ഈ കോഴ്സിന് കഴിയട്ടെ. നമുക്ക് മറ്റ് നേരിട്ടുള്ള കോഴ്സിൽ നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.